ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 37ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ക്ലാസ് കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോ. അതേപോലെ തന്നെ ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് ഇട്ടിട്ട്, കാരണം ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന എക്സാമാണ് ഡിഗ്രി പ്രിലിംസ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ ഇന്നും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടങ്ങിയ നമ്മുടെ 30 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് ക്ലാസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്ക് രാവിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സാണ് തരുന്നത്. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെനൈസൻസ് ലീഡറായിട്ടുള്ള രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണ്. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1772 മെയ് 22-നാണ് രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലമാണ് ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് അക്ബർ ഷാ രണ്ടാമനാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന് പറയുന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനപ്പേര് നൽകിയത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. നിരവധി എക്സാമുകളിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ആത്മീയ സഭ ആരുടെ സംഘടനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയുടെയാണ്. എന്നാണ് അദ്ദേഹം ഈ ഒരു സംഘടന സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ 1815-ലാണ്. സതി സമ്പ്രദായം നിർത്തലാക്കിയത് 1829 ഡിസംബർ 4-നാണ്. രാജാറാം മോഹൻ റോയ് സതി സമ്പ്രദായം നിർത്തലാക്കിയത് 1829 ഡിസംബർ 4-ആണ്. സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എയർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാന്ന് ചോദിച്ചാൽ അത് വില്യം ഫോസ്റ്റർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എയർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എയർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം വില്യം ഫോസ്റ്ററുടെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബ്രിട്ടീഷ് മിഷണറിയായിരുന്ന വില്യം ആദത്തിനൊപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി. ഇത് സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1823-നാണ് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്നാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചതെന്ന് ചോദിച്ചാൽ 1772 മെയ് 22. ഓക്കെ, നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ജനിച്ചത് 1772 എവിടെയാണ്? ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അക്ബർ ഷാ രണ്ടാമനാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആത്മീയ സഭയാണ്. 1815 സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1829 ഡിസംബർ 4-നാണ് സതി സമ്പ്രദായം നിർത്തലാക്കിയത്. എയർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ വില്യം ഫോസ്റ്ററുടെ പുസ്തകമാണ് എയർലി ട്രാവൽസ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് മിഷണറിമാരോടൊപ്പം വില്യം ആദത്തിനൊപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി. കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി സ്ഥാപിച്ചതെന്നാന്ന് ചോദിച്ചാൽ 1823-ലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്.
ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ആരാന്ന് ചോദിച്ചാൽ അത് രാജ് നാരായൺ ബോസ് ആണ്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ്. രാജ് നാരായൺ ബോസ്. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ചോദ്യം. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ്. അപ്പോൾ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ. അപ്പോൾ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യമാണ് PSC ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിക്കോ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ, കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ, ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത്. 1822 ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആയ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. എന്നാണ് എന്ന് ചോദിച്ചാൽ 1822 ഇന്ത്യയിലെ ആദ്യത്തെ ആംഗ്ലോ ഹിന്ദു സ്കൂള് സ്ഥാപിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ്. അപ്പോൾ 1825 കൽക്കട്ടയിലെ വേദാന്ത കോളേജ്, 1822 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായിട്ടുള്ള ആംഗ്ലോ ഹിന്ദു സ്കൂള്, ഇത് കൽക്കട്ടയിൽ സ്ഥാപിച്ചതും ആര് തന്നെയാ? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചു. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വേണ്ടിയിട്ട് വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും രാജാറാം മോഹൻ റോയ് ആണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനും അവകാശം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? സ്വത്തിന് അവകാശം നൽകണം. അങ്ങനെ പറഞ്ഞ് വാദിച്ച നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്. 1823 പത്രസ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. 1823 പത്രസ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. വേദങ്ങളുടെ പ്രധാന 5 ഉപനിഷത്തുകളുടെയും, അതായത് വേദങ്ങളുടെയും പ്രധാന 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ വേദങ്ങളുടെയും പ്രധാന 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വച്ച് അന്തരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അർണോസ് വാലി സെമിത്തേരി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വച്ച് അന്തരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നതാണ് അർണോസ് വാലി സെമിത്തേരി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിയേ, 1772 മെയ് 22 ബംഗാളിലെ രാധാനഗറിൽ അദ്ദേഹം ജനിച്ചു. എന്നാൽ അദ്ദേഹം മരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്?
അത് 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അർണോസ് വാലി സെമിത്തേരി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അർണോസ് വാലി സെമിത്തേരി. ഓക്കെ, രാജാറാം മോഹൻ റോയ്ക്ക് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് വജ്രസൂചി. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകത്തിന്റെ പേരാണ് വജ്രസൂചി. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വജ്രസൂചി ആരുടെ നാടകമാണ്? രാജാറാം മോഹൻ റോയ്. എന്തിനെ കുറിച്ചാണ് ഈ നാടകത്തിൽ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമായിരുന്നു വജ്രസൂചി രാജാറാം മോഹൻ റോയിയുടെ. രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് മേരി കാർപ്പൻ്റർ ആണ്. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മേരി കാർപ്പൻ്റർ. ഓക്കെ, അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പറയുന്ന വജ്രസൂചി, ഒന്ന് ഓർത്തു വച്ചോ. ഇനി രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചവർ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത്. മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അതായത് മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് സുഭാഷ് ചന്ദ്രബോസ് ഏത് പുസ്തകത്തിലാണ് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ മക്കളെ, അത് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകനാണ് മോനിയർ വില്യംസ്. ഓക്കെ, മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞതാരാന്ന് ചോദിച്ചാൽ അത് മോനിയർ വില്യംസ് ആണ്. മോനിയർ വില്യംസ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടതും രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട് രണ്ട് വിശേഷണങ്ങളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. അതേപോലെ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന് പറഞ്ഞത് മോനിയർ വില്യംസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് ബംഗദൂത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ബംഗദൂത് എന്നാ പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1829 ബംഗദൂത് എന്ന് പറയുന്ന ആനുകാലിക പ്രസിദ്ധീകരണം രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ചത്. ഏതു ഭാഷയിലാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് ബംഗാളി ഭാഷയിലാണ് ബംഗദൂത്. എളുപ്പമാണ്, ബംഗദൂത് ബംഗാളി. ഓക്കെ, രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. 1821 ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന് പറയുന്ന ആ ഒരു മാസിക ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലീഷിൽ ആരംഭിച്ചതാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന് പറയുന്ന ആ ഒരു മാസിക 1821. ഓക്കെ, ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ എന്ന് പറയുന്നത്. അപ്പോൾ മിറാത്ത് ഉൾ അക്ബർ എന്ന് പറയുന്ന പത്രം രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിലാണ് ആരംഭിച്ചത്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് മിറാത്ത് ഉൾ അക്ബർ ആണ്. മിറാത്തുൽ അക്ബർ ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ, നമ്മൾ പറഞ്ഞു ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത് 1829. സംവാദ കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ കൗമുദി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയ് ആണ് സംവാദ കൗമുദി എന്ന പത്രം ആരംഭിച്ചത്. ഓക്കെ, ഇനി രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്നും PSCക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഒന്നാമത്തെ തുഹ്ഫത്തുൽ മുവാഹിദീൻ. തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്ന, അതായത് ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഗിഫ്റ്റ് ടു മോണോത്തിസിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. അതായത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. 1805 ഈ ഒരു ബുക്ക് നിലവിൽ പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ
രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികളാണ് തുഹ് ഫത്തുൽ മുവാഹിദീൻ, ഗിഫ്റ്റ് ടു മോണോത്തിസിസ്റ്റ്, അതായത് ഏക ദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം, പബ്ലിഷ് ചെയ്തത് 1805. അതേപോലെ തന്നെ ജീസസിൻ്റെ കൽപ്പനകൾ, പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, ഓക്കെ, അത് 1820. വേദാന്ത ഗ്രന്ഥം എന്ന് പറയുന്ന ആ ഒരു കൃതി പബ്ലിഷ് ചെയ്തത് 1815 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ തുഹ് ഫത്ത് ഉൾ മുവാഹിദീൻ, ഗിഫ്റ്റ് ടു മോണോത്തിസിസ്റ്റ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം, ജീസസിൻ്റെ കൽപ്പനകൾ, പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, വേദാന്ത ഗ്രന്ഥം, ഇതൊക്കെയാണ് രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച വർഷം എന്ന് പറയുന്നത് 2021. 2021 നിരവധി എക്സാമുകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ബേസ് ചോദ്യമാണ്. ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയിനെയാണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ കൽക്കട്ടയിലാണ്. നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഞാൻ വലിയൊരു ക്ലാസ് ആയിട്ട് ഇത് പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഷോർട്ടാക്കണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി, പെട്ടെന്ന് ജോലി കിട്ടണം. അത്രയും കാര്യങ്ങൾ മാത്രമാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ലെങ്ത്തുള്ള ക്ലാസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അത് മൊത്തമായിട്ട് കാണത്തില്ല. പിന്നെ നമ്മുടെ ചാനലിലുള്ള ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അനിൽ കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം 1 മണിക്കൂർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ 45 മിനിറ്റ് അങ്ങനെയൊക്കെ വരുന്ന വളരെ ലെങ്ത്തുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഓരോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതേപോലെ ഇന്ന് പഠിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടുത്ത വരുന്ന എക്സാമുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.